യുഎഇയിൽ മധുരമുള്ള പാനീയങ്ങളിൽ പഞ്ചസാരയുടെ അളവിനെ ആശ്രയിച്ച് നികുതി ഈടാക്കുന്ന പുതിയ നിയമം വരുന്നു. 2026 വർഷം മുതൽ നിയമം രാജ്യത്ത് നടപ്പിലാക്കും. ഇതോടെ ഓരോ ഉൽപ്പന്നത്തിലെയും പഞ്ചസാരയുടെ അളവ് അടിസ്ഥാനമാക്കി വിലയിലും മാറ്റം വരും. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. യുഎഇയിൽ മധുരമുള്ള പാനീയങ്ങളിൽ പഞ്ചസാരയുടെ അളവ് പരമാവധി കുറയ്ക്കുക എന്ന് ലക്ഷ്യമിട്ടാണ് പുതിയ മാറ്റം. ഇതോടൊപ്പം പാനീയങ്ങളിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ കമ്പനി നിർമ്മാതാക്കളെ കൂടുതലായി പ്രോത്സാഹിപ്പിക്കാനും രാജ്യം ലക്ഷ്യമിടുന്നു. യുഎഇ ധനകാര്യ മന്ത്രാലയവും ഫെഡറൽ ടാക്സ് അതോറിറ്റിയുമാണ് സുപ്രധാന മാറ്റം പ്രഖ്യാപിച്ചത്. ഇതിന്റെ ഭാഗമായി രാജ്യത്ത് ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നടത്തുമെന്ന് അതോറിറ്റി അറിയിച്ചു. 2026 വർഷം മുതൽ പുതിയ നിയമം പ്രാബല്യത്തിലാകും. ഓരോ ഉൽപ്പന്നത്തിലെയും പഞ്ചസാരയുടെ അളവ് അടിസ്ഥാനമാക്കി ഇനി നികുതി നൽകണം. ഇതോടെ വിലയിലും മാറ്റങ്ങൾ വരും. നിർമ്മാതാക്കൾക്ക് ഉൽപ്പന്നങ്ങളുടെ ഉള്ളടക്കം കൂടുതൽ അവലോകനം ചെയ്യാൻ ഈ മാറ്റം സഹായകരമാകും. ജനങ്ങളുടെ ആരോഗ്യത്തിനോ പരിസ്ഥിതിക്കോ ഹാനികരമായ പ്രത്യേക ഉൽപ്പന്നങ്ങൾക്കാണ് എക്സൈസ് നികുതി ചുമത്തുന്നത്. അത്തരം ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണിത്. കാർബണേറ്റഡ് പാനീയങ്ങൾ, എനർജി ഡ്രിങ്കുകൾ, പുകയില അടങ്ങിയ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് 2017 മുതൽ യുഎഇയിൽ നികുതി ചുമത്തിവരികയാണ്. ഇപ്രകാരം പുതിയ മാറ്റം വഴി യുഎഇയിലെ ഭക്ഷണം കൂടുതൽ ആരോഗ്യകരമാക്കുക എന്ന വലിയ നാഴികക്കല്ലിലേക്ക് രാജ്യം തയ്യാറെടുക്കുകയാണ്. എൽവിസ് ചുമാർ, ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്. First time in television history, one man's 17-year TV show, 850 plus episodes, one anchor every week, 17 years, Middle East This Week, only on Jayhind TV. An Elvis Chumar TV show. Middle East This Week. Middle East beyond the headlines.